ഇത്തവണ ഓണത്തിന് പുതുരുചിയിലുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറിൽ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിലുള്ള ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി വറുത്ത സേമിയായിരുന്നു, എന്നാലും നെയ്യിൽ ഒരു 45 സെക്കൻഡ് വരെ നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് കോരി മാറ്റാം. എന്നിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് നെയ്യ് എടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് നെയ്യ് മതി. ഇനി ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇളക്കി കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാരമലൈസേഷൻ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. കാരമലൈസ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബട്ടർസ്കോച്ച് സോസ്. ഇതാണ് കേട്ടോ ഈ പായസത്തിന് ഒരു യുണീക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ കാരമൽ സോസൊക്കെ ഒന്ന് കട്ടയായിട്ട് വരും. പക്ഷെ അത് ഓർത്ത് പേടിക്കേണ്ട. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടയായതെല്ലാം ഒന്ന് ഉരുകി വന്നോളും. അപ്പോൾ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ആ കട്ടിയായിട്ട് നിന്ന കാരമൽ സോസ്, ബട്ടർസ്കോച്ച് സോസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മൊത്തം ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഈ 1 കപ്പ് സേമിയയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സേമിയ നമുക്ക് ഈ പാലിലിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ സേമിയ പായസം ചേർക്കുമ്പോൾ സേമിയ വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കാറ്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തതിന് ശേഷമാണ് സേമിയ ചേർക്കുന്നത്. അത് കാരണം തന്നെ സേമിയ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. എന്നാലും നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ കാരമൽ ഫ്ലേവറൊന്നും അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 3/4 കപ്പിന് പകരം 1/2 കപ്പ് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്താൽ മതിയാവും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സേമിയൊക്കെ നന്നായി വെന്ത് ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇത് ഒരുപാട് കട്ടിയായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്ത്มิక్స్ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതൊന്നും നെയ്യിൽ വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. എക്സ്ട്രാ വാനില എസൻസ് ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഇതുപോലെ സേമിയ നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.